നാലമ്പല ദർശനത്തിൻ്റെ പാർട്ട് 2 ആണിത്. നമ്മൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും ശരിക്കും പോകേണ്ടത് ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണെങ്കിലും ഞങ്ങൾ നേരെ പോയത് ശത്രുഘ്നൻ്റെ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ആ രണ്ട് കുട്ടികളെയും എടുത്ത് ഒരു അച്ഛനമ്മയും പോകുന്നുണ്ടല്ലേ, അവർക്ക് അങ്ങനെ എളുപ്പമായിട്ട് വേഗം പോയി കാണാൻ വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ അച്ഛനാണ് കേട്ടോ. അവർ അങ്ങനെ പോകുന്നത് കണ്ടതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത്. ഇത്ര ആൾക്കാർ ആ കൂട്ടത്തിൽ നിന്നിട്ടും ആ പിള്ളേരെയും പിടിച്ച് നിൽക്കുന്ന അച്ഛനെയും അമ്മേനെയും വേഗം കടത്തി വിടാൻ വേണ്ടി ഉള്ള വഴി ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നമ്മുടെ അച്ഛനൊരു ഹീറോ ആയിട്ടോ. ഞാനത് പറയുകയും ചെയ്തു. മൂന്നാമത് പോകേണ്ടത് ലക്ഷ്മണസ്വാമിയുടെ അമ്പലത്തിലേക്കാണെങ്കിലും ഇപ്പം എല്ലാവരും എളുപ്പത്തിന് ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവസാനം നമ്മൾ മൂഴിക്കുളത്തെത്തി എക്സിറ്റ് വഴിയാണ് ഞങ്ങൾ എൻ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റി. ഞങ്ങൾ ചെന്ന സമയത്ത് കണ്ടില്ലേ, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിമിഷങ്ങൾക്കകം അവിടെ ഫുള്ള് തിരക്കായി. ഒരു പക്ഷേ നമ്മൾ കാരണം വേറൊരാൾക്ക് ഹെൽപ്പായപ്പോൾ ദൈവം വിചാരിച്ചു കാണും, ഇനി നിങ്ങളധികം കഷ്ടപ്പെടണ്ട, എന്നത് സുഖമായിട്ട് കാണാൻ വേണ്ടി വേഗം പോന്നോളൂ എന്നല്ലേ. അങ്ങനെ വിചാരിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞങ്ങൾ നാലമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അവിടെ നിന്ന് ചിപ്സും വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്, കാരണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ അതിനുശേഷം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ചു. അച്ഛനും അമ്മനെയും വീട്ടിലും ഒക്കെ. ഇവരാദ്യമായിട്ടോ എൻ്റെ ചാനലിൽ ഇങ്ങനെ ഹായ് ബായ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.